ഷോ കഴിഞ്ഞിട്ട് ആസിഫ് അലി ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയില്ലേ ഒരു വികാരം തുടിക്കുന്ന മുഖത്തോടെയാണ് അവിടെ പലരുടെ മുമ്പിൽ സംസാരിക്കാൻ പോയത്. എന്താ പറയുക, കാരണം അദ്ദേഹം അത്രയും ഇൻസൾട്ടഡായി. അത് ഇനി അദ്ദേഹത്തിൻ്റെ മാപ്പ് കൊണ്ട് ആസിഫ് അലിയുടെ മനസ്സിൻ്റെ വേദന മാറുമെന്ന് ആർക്കെങ്കിലും തോന്നുമോ? ഇല്ല. കാരണം ഇത്രയും സീനിയറായിട്ടുള്ള, ഇത്രയും വിവരമുള്ള, അല്ലെ ഇത്രയും പ്രായത്തിൻ്റെ പക്വതയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത്. പിന്നെ നേരത്തെ അതിനെ അവാർഡ് മേടിച്ച വിഷയവുമായി ഷാവു പ്രസാദ് സാർ അതിനെ സംസാരിക്കുന്നത് കേട്ടു. സാർ, വൈകിയാണെങ്കിലും രമേശ് നാരായണൻ ഒരു മാപ്പ് പറഞ്ഞു. അങ്ങ് ആ നക്കി എന്നുള്ള വാക്ക് പിൻവലിക്കണമെന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കത് വേദനിച്ചു. കാരണം അത് സ്മൃതി ഇറാനിയുടെ ശമ്പളത്തിൽ നിന്നോ വീട്ടിൽ നിന്നോ കൊണ്ടുവന്ന് കൊടുത്ത കാശല്ല. കേന്ദ്ര സർക്കാർ കലാകാരന്മാർക്ക് കൊടുക്കുന്ന ആ അവാർഡിൻ്റെ കൂടെ കൊടുക്കുന്ന ആ തുക, അത് നക്കി എന്ന് പറഞ്ഞ് ഒട്ടും ശരിയായില്ല. അത് വളരെ വേദനിപ്പിക്കുന്ന വാക്ക് തന്നെയാണ്. അത് പിൻവലിക്കുമോ ഷാവു പ്രസാദ്? ഒരു സംവിധായകനായ, ഒരു സിനിമാ പ്രവർത്തനായ ജോസ് തോമസിന് വേദനയുണ്ടായി ആ വാക്കുകൾ. അവർ കാണിച്ച പ്രവൃത്തി, ആ പണം വാങ്ങിക്കൊണ്ട് ആ അവാർഡ് മാത്രം തിരസ്കരിക്കുക അല്ലെങ്കിൽ ആ ചടങ്ങ് ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്തിനോട്, ഈ രാഷ്ട്രത്തിനോട് ചെയ്ത അപമാനമാണത്. ആ രാഷ്ട്രത്തിനെയാണ് അവർ അപമാനിച്ചത്. ആ അപമാനത്തിൻ്റെ പ്രതികരണമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെ രാഷ്ട്രീയ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാനുള്ള സ്ഥലമല്ല അത്. ആ രാഷ്ട്രീയ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാൻ പാടില്ലാത്ത ആ സ്ഥലത്ത് അവിടുന്ന് അംഗീകാരത്തിന് കൊടുത്ത പണം മാത്രം മേടിച്ച് പോക്കറ്റിലിട്ട് ആ ചടങ്ങിനെ ബഹിഷ്കരിച്ച നീചപ്രവൃത്തിയാണ്. അതിനെയാണ് ഞാൻ പറഞ്ഞത്. ശരി, ഓക്കെ, ഞാനത് അങ്ങനെ ഇവിടെ ഇരിക്കുന്നവർക്കാർക്കെങ്കിലും അങ്ങനെ ഒരു വേദന ഉണ്ടാക്കിയെങ്കിൽ, അത് അനുചിതമാണെന്ന് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ശരി, അത് ഒഴിവാക്കിക്കോളൂ. ഞാനത് എൻ്റെ ആ ഒരു വൈകാരിക വിക്ഷോഭം കൊണ്ട് തന്നെ പറഞ്ഞതാണ്. കാര്യം ഒരു വിഭാഗം കലാകാരന്മാർ ഈ രാജ്യത്തിനെ അപമാനിച്ചപ്പോൾ, ആ പുരസ്കാരത്തിനെ അപമാനിച്ചപ്പോൾ ഉണ്ടായ വേദനയിൽ നിന്ന് വന്ന ഒരു പ്രതികരണമാണ്. അത്രേ ഉള്ളൂ. എന്ത് രാജ്യത്തെ അപമാനിച്ചു? എങ്ങനെയാണ് രാജ്യത്തെ അപമാനിച്ചത്? സാർ, പ്രസിഡന്റ് കൊടുക്കേണ്ട പുരസ്കാരം ഒരു മന്ത്രി അക്കാലം അത്രയും പ്രസിഡന്റ് കൊടുത്തൊരു പുരസ്കാരം ഇത്തവണ പുരസ്കാരം കുറച്ച് മാർക്കുകൾ കൊടുക്കുകയും കുറച്ചു പേർക്ക് മാത്രം കേന്ദ്രമന്ത്രി കൊടുക്കുകയും ചെയ്യുമ്പോൾ കേന്ദ്രമന്ത്രിയുടെ പുരസ്കാരം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നത് എന്താണ്? രാജ്യത്തെ അവമാനിക്കലാണോ? അതൊക്കെ എന്തുതരം പ്രസ്താവനയാണ്? അതൊക്കെ എന്തുതരം പ്രസ്താവനയാണ്? അത് രാഷ്ട്രപതി ഭവന്റെ തീരുമാനമാണ്, ഗവൺമെന്റിന്റെ തീരുമാനമല്ല. ഗവൺമെന്റിന്റെ തീരുമാനമല്ല, രാഷ്ട്രപതി ഭവന്റെ തീരുമാനമാണ്. സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് പേർക്കാണ് കൊടുക്കുക. ബഹുമാനിക്കാതെ പ്രസിഡന്റിന്റെ തീരുമാനത്തിനെയാണ് അപമാനിച്ചത്. പ്രസിഡന്റിന്റെ തീരുമാനത്തിനെയാണ് അപമാനിച്ചത്. താങ്കൾ സ്മൃതി ഇറാനിയിൽ നിന്ന് പുരസ്കാരം വാങ്ങിക്കാത്ത രാജ്യത്തെ അപമാനിക്കാണെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ രാജ്യമാണെന്ന് സ്മൃതി ഇറാനിക്ക് ഒരു തോന്നലുണ്ടായിരുന്നുവെങ്കിൽ അത് അമേരിക്കക്കാർ തീർത്തു കൊടുത്ത ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിയാണ്. കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയപരമായി വന്നതായിരിക്കാം, പക്ഷെ കേന്ദ്രമന്ത്രി ഈ രാജ്യത്തെ ഓരോരുത്തരുടെയും മന്ത്രിയാണ്, അല്ലാതെ വഴിയെ കൂടെ പോയവരല്ല. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണ്. എന്താണ്, അവർ മോശക്കാരിയാണോ? അല്ല, പ്രസിഡന്റ് അത്ര വരുമോ? മന്ത്രി ഇവർക്ക് എന്താ ഇത്ര വലിയ വിഷമം? അത് പ്രസിഡന്റിൽ നിന്ന് അതിന് സബ്ലിമിറ്റി എന്ന വാക്കുണ്ടല്ലോ സാർ, അത് പ്രസിഡന്റിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ ആ പുരസ്കാരത്തിന് പൂർണ്ണത വരൂ, തികവ് വരൂ. ഇക്കാലം അത്രയും കൊടുത്ത പ്രസിഡന്റാണ്. രാഷ്ട്രപതി ഭവന്റെ തീരുമാനം എന്താണെങ്കിലും കുറച്ചു പേർക്ക് മാത്രം രാഷ്ട്രപതി അവാർഡ് കൊടുക്കുകയും ബാക്കിയുള്ളവർ കേന്ദ്രമന്ത്രി കൊടുക്കുകയും ചെയ്യുന്നത് അത് ശരിയായ നിലപാടല്ലെന്നും ആ അവാർഡ് വാങ്ങിക്കാൻ ഞങ്ങളില്ലെന്ന് തീരുമാനിച്ചത് അവരുടെ തീരുമാനമല്ലേ? അതിനെ രാജ്യത്തെ അപമാനിക്കാൻ കടന്ന വാക്കുകൊണ്ട് പറയാമോ? ആ തീരുമാനത്തിന്റെ പേരാണ് പറഞ്ഞത് ആന്റി നാഷണൽ. ആ തീരുമാനമാണ് പറഞ്ഞത്. രാഹുൽ അല്ല, ഇലക്ഷൻ ആന്റി നാഷണൽ സീസൺ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അല്ല, ഇതിലൊറ്റ നല്ല കാര്യം, അത് എനിക്ക് പറയുന്ന എല്ലാവരോടും ബഹുമാനമാണ്. നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഒരു ഉഗ്രൻ ഡയലോഗ് ഉണ്ടല്ലോ. ഇന്ത്യൻ സിനിമയിൽ ഇന്ത്യൻ വരുമ്പോൾ അവിടുത്തെ ഒരാൾ പറയും, ഇവനെ നമുക്കൊരു ആന്റി ഇന്ത്യൻ എന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്താലോ, അതായത് ഇവൻ നാഷണൽ അല്ല, ആന്റി നാഷണൽ ആണ്. അങ്ങനല്ല, ഇത് വളരെ സീരിയസ് ആയ ടാഗുകളാണ്. അപ്പം സ്മൃതി ഇറാനിയോട് എനിക്ക് വലിയ ഇഷ്ടവും ബഹുമാനമുള്ളതാണ്. അവരുടെ ഒരു പരിപാടി പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ വൈബ്രന്റ് ആണ്. അവരുടെ അവാർഡ് മേടിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ആന്റി
നാഷണൽ എന്ന് പറഞ്ഞ ഗൗരവമുള്ള വാക്ക് നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹമ്പിളായ റിക്വസ്റ്റ് ആണ്. അതും ഫഹദ് ഫാസിലും പാർവതിയും ഒക്കെ കേരള കണ്ട ഏറ്റവും മികച്ച കലാകാരന്മാരാണ്. ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞാൽ കൈനകം കൊണ്ടുപോലും അഭിനയിക്കുന്ന ജഗതിയെ പോലെയാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ഒരു പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റ് ആയി കാണുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്റ്റാൻഡ് ആയിരിക്കണം. പണം അവരുടെ റൈറ്റ് ആണ്. അസ്ഥാനത്തൊന്നും ഉപയോഗിക്കല്ലേ സാർ. മാത്രമല്ല അസ്ഥാനത്ത് ആന്റി നാഷണൽ വാക്ക് ഉപയോഗിച്ചതിന് തിരിച്ചടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കിട്ടിയതല്ലേ. വെറുതെ എന്തിനാ ആന്റി നാഷണൽ വാക്ക് എടുത്ത് അവിടെ പോയി. ആ ട്രെൻഡ് കഴിഞ്ഞു. ആ ട്രെൻഡൊക്കെ കഴിഞ്ഞു സാർ. ആ ട്രെൻഡൊക്കെ കഴിഞ്ഞു സാർ. അടുത്ത നിയമസഭയിലും 13-ൽ 10 ഇന്ത്യ സഖ്യമാണ്. ആ ട്രെൻഡൊക്കെ പോയി. ഈ പറഞ്ഞ ആന്റി നാഷണൽ ട്രെൻഡൊക്കെ ഇവിടെ നമ്മുടെ വിഷയം അതേ ആയിരുന്നില്ല. ഓക്കെ വിട്ടേക്കും.